കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഒരു ന്യൂസ് ഭയങ്കരമായിട്ട് വ്യാപിക്കുന്നുണ്ടായിരുന്നു. ആ ഒരു ന്യൂസ് എന്ന് പറയുന്ന ഒരു ഹിന്ദു പയ്യനെ ഒരു മുസ്ലിം പെൺകുട്ടിയും ഒളിച്ചോടിപ്പോയി കല്യാണം കഴിച്ചു. ആ ഒരു മുസ്ലിം പെൺകുട്ടി എന്ന് പറയുന്നത് നിശ്ചയമൊക്കെ ഉറപ്പിച്ച് വെച്ചതിന് ശേഷമായിട്ടാണ് ഈ ഒരു പയ്യനുമായിട്ട് ഓടിപ്പോയി കല്യാണം കഴിച്ചതെന്ന് പറഞ്ഞു. ഇത് ഭയങ്കരമായിട്ട് എന്താ പറയുക ആൾക്കാർ പറഞ്ഞുകൊണ്ടിരുന്ന ഒരു ന്യൂസാണ്. അതുപോലെ തന്നെ പറഞ്ഞൊരു കാര്യം, ആ ഒരു പെൺകുച്ച് അബദ്ധത്തിലാണ് ചാടിയത്. ആ ഒരു പയ്യനുണ്ടെങ്കിൽ 2 കെട്ടിയതാണ്, എന്നിട്ട് ഡിവോഴ്സ് ആയതാണ്, വേറെ കുട്ടികളുണ്ട് എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞു. അതുപോലെ തന്നെ വീട്ടിൽ നിന്ന് സ്വർണ്ണമൊക്കെ അടിച്ചുകൊണ്ടാണ് പെൺകുട്ടി ഇറങ്ങിപ്പോയത് എന്ന് പറഞ്ഞ് അങ്ങനെയും കുറേ പേര് പറയുന്നുണ്ടായിരുന്നു. കുറേയധികം വീഡിയോസ് ചെയ്ത് യൂട്യൂബിൽ ആൾക്കാർ ഇടുന്നുണ്ടായിരുന്നു. പക്ഷെ അതിന് ശേഷം ആ ഒരു പെൺകുട്ടി അതുപോലെ തന്നെ ആ ഒരു പയ്യനും ഇപ്പം രംഗത്ത് വന്ന് കാര്യങ്ങൾ പറയുവാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഒന്നും കാര്യങ്ങളുമില്ല, എൻ്റെ കല്യാണമോ കാര്യങ്ങളോ ഒന്നും നേരത്തെ 2 കെട്ടിയതോ ഒന്നുമല്ല, ഞങ്ങൾ തമ്മിൽ ഇഷ്ടത്തിലായിരുന്നു. ഈ ഒരു നിശ്ചയത്തിന് മുമ്പ് ആ ഒരു നിശ്ചയം വീട്ടുകാർ ഉറപ്പിക്കുന്നതിന് മുമ്പ് ഈ ഒരു പെൺകുട്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് എനിക്ക് ഇഷ്ടമാണെന്നുള്ളൊരു കാര്യം. പക്ഷേ ആ ഒരു വീട്ടുകാർ അത് സമ്മതിക്കുകയൊന്നും തന്നെ ചെയ്തിട്ടില്ലായിരുന്നു. അവസാനം ഒരു വഴിയില്ലാതാണ് വീട്ടിൽ നിന്ന് ഇറങ്ങി വന്നത്. അതുപോലെ തന്നെ വീട്ടിൽ നിന്ന് എന്ത് സ്വർണ്ണമോ കാര്യങ്ങളോ ഒന്നും എടുത്തിട്ടില്ലെന്ന ഒരു പെൺകുട്ടിയും അതുപോലെ തന്നെ ആ ഒരു പയ്യനാണെങ്കിൽ ഞാൻ 2 കല്യാണം കഴിച്ചിട്ടൊന്നുമില്ല, എന്നെപ്പറ്റി ആൾക്കാർ വെറുതെ ഉണ്ടാക്കി പറയുകയാണെന്ന്. അതുപോലെ തന്നെ കുറേ പേര് പറഞ്ഞൊരു കാര്യമാണ് ആ ഒരു ജാതി മാറ്റി എന്നുള്ളൊരു കാര്യം. ആ ഒരു പയ്യനെ ഈ ഒരു പെൺകുട്ടി ഹിന്ദു മതത്തിലേക്ക് ആക്കിയെന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് സംസാരിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ആ ഒരു പെൺകുട്ടി തന്നെ പറഞ്ഞു അങ്ങനെയൊന്നും ഞാൻ മാറിയിട്ടില്ല എന്നാണ് ആ ഒരു പെൺകുട്ടി പറഞ്ഞിരിക്കുന്നത്. സോ അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ അവർ പറഞ്ഞൊരു കാര്യം, ഇങ്ങനെ അവരെ പറ്റി ഇല്ലാത്തതൊക്കെ ഉണ്ടാക്കി പറയാതിരിക്കുക. ഭയങ്കരമായിട്ടുള്ള സോഷ്യൽ പ്രഷറൊക്കെ ഉണ്ട്. വെളിയിറങ്ങിയ ആൾക്കാരൊക്കെ ഇങ്ങനത്തെ എന്നെ പറ്റിയൊക്കെ ഇങ്ങനെ മോശമായിട്ട് വിചാരിക്കുന്നത് ഞാൻ വേറെ കല്യാണം കഴിച്ചതാണ്, അല്ലെങ്കിൽ ഈ പെൺകുട്ടിയെ മതം മാറ്റി, ഇങ്ങനത്തുള്ള കാര്യങ്ങൾ കാരണം വെളിയിറങ്ങാനൊന്നും പറ്റുന്നില്ല, ഭയങ്കരമായിട്ട് ആത്മഹത്യയല്ല വേറെ വഴിയില്ല എന്നൊക്കെ പറഞ്ഞ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഞങ്ങളല്ലാതെ ഞങ്ങളെപ്പറ്റി സംസാരിക്കാൻ വേറെ ആരുമില്ല എന്ന് പറഞ്ഞിട്ടായിരുന്നു ആ വീഡിയോ ഫുള്ള് ഇട്ടിട്ടുണ്ടായിരുന്നത്. ആ ഒരു വീഡിയോയിൽ പറയുന്നത് കേട്ടാൽ തന്നെ മനസ്സിലാക്കാം ഇവരെ കുറേയധികം പേരെന്ത് ചെയ്താൽ ഉപയോഗിക്കുന്ന രീതിയിൽ വീഡിയോസൊക്കെ ഇടുന്നതായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. സോ എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അവർക്ക് പ്രായപൂർത്തിയായ 2 പേരാണ്. അവരുടെ ജീവിതം അവർക്ക് എങ്ങനെ ജീവിക്കണമെന്ന് അവരാണ് തീരുമാനിക്കുന്നത്. വെറുതെ അവരെ ബുദ്ധിമുട്ടിക്കുക അങ്ങനത്തെ ഉള്ള കാര്യങ്ങൾ ചെയ്യാതിരിക്കുക. അവർക്ക് താല്പര്യമുള്ള രീതിയിൽ അവർ ജീവിക്കട്ടെ. ഇവിടെ ആർക്കും ഒരു കുഴപ്പമില്ലല്ലോ, അവരുടെ ജീവിതമല്ലേ, അവർ നോക്കിക്കോളും. അവരെ കുറ്റം പറയാവോ അല്ലാതെ അതുപോലെ തന്നെ അവരെ പറ്റി ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഉണ്ടാക്കി പറയാനോ നിൽക്കാതെ അവരവരവരെ കാര്യങ്ങൾ നോക്കുക. അതാണ് മെയിനായിട്ടുള്ള കാര്യം. ചുമ്മാ അവരെ കുറ്റം പറയുക, അവരെ പറ്റി ഇല്ലാത്തതൊന്നും ഉണ്ടാക്കി പറയാതിരിക്കുക.